ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 45 വയസ്സ് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും എന്തൊക്കെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാം, എന്തൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയായിരിക്കണം നമ്മൾ സ്കിൻ കെയർ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും തന്നെ മുഴുവൻ വീഡിയോയും മാക്സിമം വാച്ച് ചെയ്യുക. മുഴുവൻ വീഡിയോസും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം 45 ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആക്ച്വലി 40 വയസ്സ് 45 വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി ലേഡീസിന് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്ന ഒരു ടൈമായിരിക്കും ഈ ഒരു ടൈം. നമുക്കറിയാം മെനോപോസിൻ്റെയൊക്കെ ഒരു ടൈം ഒക്കെയാണ് പതുക്കെ നമ്മൾ അതിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്കിൻ കെയറും എല്ലാം തന്നെ ചെയ്യേണ്ടത്. അതായത് നമ്മൾ അതിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്യുന്ന അതിന് മുമ്പൊക്കെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു ബേസിക് CTM കൊടുക്കാം, അതുപോലെ തന്നെ ഒരു വൈറ്റമിൻ C ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെയൊക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ പോകുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു 40-45 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ വേറൊരു രീതിയിലേക്ക്, അതായത് നമുക്ക് ഒരു ടേണിംഗ് പോയിൻ്റാണ്, അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്, അല്ലെങ്കിൽ വേറൊരു നമ്മുടെ ശരീരം തന്നെ ഒരു മാറ്റം കൊണ്ടുവരുവാണ്. സോ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. നമ്മൾ പറയില്ലേ 40കളിലൊക്കെ ഒന്നും കൂടി നമ്മൾ യുവത്വം, അല്ലെങ്കിൽ 40കളിൽ വീണ്ടും നമ്മൾ ഒരു യങ്ങായി പോലത്തെ ഫീല്, 40 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 45 വയസ്സ് 40 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് 18 വയസ്സായ പോലത്തെ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ടൈമിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ മൈൻഡ് സെറ്റ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുക, അതിനൊക്കെ റിസൾട്ടാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ ആ ഒരു ടൈമിൽ നമ്മുടെ സ്കിൻ കെയർ ആണെങ്കിലും ശരി എല്ലാം നമ്മൾ ഏത് രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതുവരെ യൂസ് ചെയ്ത പോലത്തെ പ്രൊഡക്റ്റോ കാര്യങ്ങളോ മാത്രം മതിയോ ഇനി അങ്ങോട്ട് എന്ന് ചോദിച്ചാൽ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ CTM എന്നുള്ളൊരു പ്രൊസീജിയർ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ക്ലെൻസ്, ടോൺ, മോയ്സ്ചർ, അതുപോലെ തന്നെ സൺസ്ക്രീൻ, ഇതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ്, വീട്ടിലിരിക്കുന്നവരായതുകൊണ്ട് സൺസ്ക്രീൻ എടുക്കരുത്. കാരണം ഇന്നും എന്നോട് ചോദിച്ച ഒരാൾ അതായിരുന്നു, സൺസ്ക്രീൻ പുറത്ത് പോകുമ്പോൾ മാത്രം ഞാൻ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത്. സോ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും യൂസ് ചെയ്യണം. 40-45 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ അളവ് നമുക്ക് കൂടി വരുന്നതായിട്ടൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺസ് നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ കുറയുന്നു, നമ്മൾ എന്താ പറയുക ഈർപ്പം ഉണ്ടാവില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സൺ എക്സ്പോഷർ, നമ്മുടെ സ്കിൻ വീക്കായിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒന്നും കൂടി ഫാസ്റ്റായിട്ട് നമ്മൾ സ്കിന്നിനെ ഡാമേജ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുവാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ എല്ലാം തന്നെ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ക്ലെൻസ്, ടോൺ, മോയ്സ്ചർ, അതുപോലെ തന്നെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഹൈഡ്രേഷനുള്ള മോയ്സ്ചറൈസർ, അതായത് 45 നമ്മൾ പറയില്ല ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ ആയിരിക്കണം നമ്മൾ എടുക്കണം. മാക്സിമം ഹൈഡ്രേഷൻ കൊടുക്കണം സ്കിന്നിന്. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും കുടിക്കുന്നതിനേക്കാൾ വെള്ളം നല്ലതുപോലെ കുടിക്കുക. കാരണം എത്ര തന്നെ എന്തൊക്കെ ഓക്കെ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ പോലും പതുക്കെ നമ്മളുടെ സ്കിന്നിൽ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മോയ്സ്ചറിൻ്റെ അളവ് കുറഞ്ഞു വരും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ റൊട്ടീൻ മാറ്റണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡ്, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഫുഡ് എടുക്കുന്നതിൽ എപ്പോഴും കൊളോജിൻ്റെ അളവുള്ളത്, കൊളോജിൻ കണ്ടൻറ്റ് ഉള്ള ഫുഡുകൾ മാക്സിമം നമ്മൾ കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ സ്കിൻ കെയറിൽ വൈറ്റമിൻ C ആൻഡ് റെറ്റിനോൾ ഇതെല്ലാം നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. പിന്നെ പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും മാർക്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ
നയാസിനോൾ നമുക്ക് സീറം യൂസ് ചെയ്യാം. സോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെറ്റിനോൾ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ സി, ഇത് രണ്ടും നമുക്ക് നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ കൊളോജിൻ അടങ്ങിയിട്ടുള്ള ക്രീംസ് നമ്മൾ മാക്സിമം എടുക്കേണ്ടതാണ്. പക്ഷേ റെറ്റിനോൾ നമുക്ക് കുറച്ചും കൂടെ, അതായത് ഒരു 45-ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്താൽ മതി. വൈറ്റമിൻ സി നമുക്ക് പ്രോപ്പറായിട്ട് ഡെയിലി വൈസിൽ നമുക്ക് എടുക്കേണ്ട ഒരു സംഭവമാണ് വൈറ്റമിൻ സി സീറം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സുകളാണെങ്കിലും വൈറ്റമിൻ സി വരുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ മാക്സിമം നമ്മൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. നമ്മളെല്ലാം നമ്മളുടെ ഡയറ്റിൻ്റെ ഒരു പാർട്ട് പോലും നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമുക്കൊരു ഡയറ്റ് ചാർട്ട് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ മോർണിംഗ് റൊട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ CTM തന്നെയാണ്. ക്ലൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, ദെൻ സൺസ്ക്രീൻ മോയ്സ്ചറൈസറും രണ്ടും ശ്രദ്ധിക്കുക. മോയ്സ്ചറൈസർ നല്ല മോയ്സ്ചർ കണ്ടൻറ്റുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ നമ്മളെപ്പോഴും ഒരു 50 എങ്കിലും എടുക്കാം. 30 to 50 എടുക്കുക. 50 നമ്മളെപ്പോഴും വീട്ടിലകത്താണെങ്കിൽ പോലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിൻ ഡാമേജ് ആവും. അതുകൊണ്ട് അത് ശ്രമിക്കുക. അതുപോലെ ഇടയ്ക്ക് ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ഫേസ് നന്നായിട്ട് അതേ ക്ലീൻ ചെയ്യുക. ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ മോയ്സ്ചറൈസർ കൊടുക്കുക. സ്കിന്നിന് എപ്പോഴും നമുക്ക് കൂടുതൽ മോയ്സ്ചറാണ് നമുക്ക് വേണ്ടത്. അതുപോലെ മോയ്സ്ചർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിക്കൊണ്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ല. അതായത് നമുക്ക് ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു പരസ്യം കണ്ടോ മേടിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആയിരിക്കരുത്. നമ്മളുടെ സ്കിൻ ടൈപ്പിന് ഒക്കെ ആവുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുക. അതായത് വാട്ടർ ബേസ്ഡ്, ജെൽ ബേസ്ഡ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ളത്, ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രോബ്ലം അതിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുക. മാക്സിമം നമുക്ക് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കിതിനകത്ത് പാക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും. പാക്കുകൾ നമുക്ക് അലോവേറ നമുക്ക് എടുക്കാം. അലോവേറ പ്ലസ് നമുക്ക് അതിൽ തന്നെ അലോവേറയുടെ കൂടെ നമുക്ക് കുറച്ച് ഹണി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമുക്ക് പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. മുൾട്ടാണി മെട്ടി എടുക്കാം. പ്ലസ് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമുക്കത് ഇടയ്ക്ക് നമുക്ക് പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലതാണ്. ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന പാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ അത് നമുക്കിതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ നൈറ്റ് റൊട്ടീനിൽ നമുക്ക് റെറ്റിനോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം എടുക്കുക. വൈറ്റമിൻ സി സിറം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. ദെൻ മോയ്സ്ചറൈസർ ഈവനിങ് നമ്മൾ ചെയ്യേണ്ടത് ക്ലെൻസിങ്, ടോണർ, വൈറ്റമിൻ സി സിറം, ദെൻ മോയ്സ്ചറൈസർ. ഇത് നമുക്ക് ഡെയിലി നമ്മൾ എടുക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുക. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 45 വയസ്സ് മുതലേ നമ്മൾ ഈ ഒരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 55 ആയാലും ശരി, അതിൻ്റെ എബോവ് ആയാലും ശരി, നമുക്ക് ആ റിസൾട്ട് ഉണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഏജ് ഒരു 50 എബോവ്, 53, 54, 55 ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ റൊട്ടീൻ നമുക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ, കാരണം അത് മാത്രമല്ല ചിലവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പോൾ ഒരു 45-50 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അയ്യോ അപ്പം ഞാൻ പെട്ടെന്ന് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും കൊടുക്കരുത്. മൈൽഡായിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആദ്യം ഒരു CTM എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് എടുക്കുക. ദെൻ നിങ്ങളൊരു വൈറ്റമിൻ സി പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ എന്നിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇതുപോലെ കൊടുത്തുകൊണ്ട്, അതല്ലാതെ പെട്ടെന്ന് റെറ്റിനോൾ നല്ലതാണ്, നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിന്നിനെ എപ്പോഴും എങ്ങായിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ കുറച്ച് പേർക്കൊക്കെ അവിടെ നിന്നൊക്കെ കേട്ടുള്ള നോളേജ് കൊണ്ട് ഡയറക്റ്റ് എല്ലാ ദിവസവും പോയി എടുക്കുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. പതുക്കെ നമ്മൾ ഇത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് 2 പ്രാവശ്യമൊക്കെ എടുത്താൽ മതിയാവും. പക്ഷേ വൈറ്റമിൻ സി എന്നുള്ളത് നമുക്ക് ഡെയിലി വേണം. അപ്പോൾ ഇത് നമ്മൾ ഏത് പ്രായത്തിൽ, ഇപ്പോൾ നിങ്ങൾക്ക് 50 കഴിഞ്ഞാലും ഇതേ റൊട്ടീൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതല്ല ഇപ്പോൾ ഒരു 40-45 വയസ്സാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 45 ഇയേഴ്സിൽ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഒരു റൊട്ടീൻ എങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നൈറ്റ് ഞാൻ വീണ്ടും പറഞ്ഞു തരുവാണ്. ആദ്യം ക്ലെൻസ്, ടോണർ, ദെൻ നമുക്ക് സീറം, വൈറ്റമിൻ സി സിറം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് വൈറ്റമിൻ സിക്ക് പകരമായിട്ട് നമുക്ക് റെറ്റിനോൾ കൊടുക്കാം.
മനസ്സിലായി? ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത്. പ്ലസ് ഞാൻ പറഞ്ഞ ഈ 2 പാക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് വരുന്നത് ഒന്ന് അലോവേറയും നമുക്ക് ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇടയ്ക്ക്, അത് വലിയ പണിയൊന്നുമില്ലല്ലോ, അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു പാക്കും കൂടി ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. സോ അത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ ഒരു പാക്ക് 2 or 3 പ്രാവശ്യമെങ്കിലും ഇട്ട് വരികയാണെങ്കിൽ നമ്മൾ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ മെയിൻ നമുക്ക് അലോവേര ഹണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്കിന്നിന് ഒന്നും കൂടി മോയ്സ്ചർ ലെവൽ കൂട്ടാനും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുൾട്ടാണി മിൻറ്റ് നല്ല റിസൾട്ടാണ്. സോ അത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഇതെല്ലാം ഈ പാക്കുകൾ നമുക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ 40കളിൽ നമ്മളെപ്പോഴും എങ്ങായിട്ട് വീണ്ടും നമുക്കൊരു 18ൻ്റെ ആ ഒരു സൗന്ദര്യവും 18-16 വയസ്സിലൊക്കെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മളെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി. കാരണം നമുക്ക് പറയില്ല 40 വയസ്സാകുമ്പോൾ ഒന്നും കൂടെ ഭംഗി കൂടി അല്ലെങ്കിൽ സൗന്ദര്യം ഒന്നും കൂടി ഇരട്ടിയായി എന്നൊക്കെ പറയുന്നത് ആ ടൈമിൽ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഏത് പ്രായമാണെങ്കിലും നമുക്കെല്ലാവർക്കും തന്നെ എന്നും എങ്ങായിട്ടിരിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും തന്നെ. അപ്പോൾ എല്ലാവരും നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫേർട്ടൊക്കെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ. ഏത് പ്രായത്തിലും നമ്മളാണ് നമ്മുടെ പ്രായം തീരുമാനിക്കുന്നത്, എന്താകണം എത്രയാവണം എന്നുള്ളത്. അപ്പോൾ എന്നും നമ്മൾ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ നമുക്ക് എപ്പോഴും നമ്മൾക്ക് ആ ഒരു 18ൽ തന്നെ പോട്ടേന്നേ, ഒരു സ്വീറ്റ് ഒരു മൊമെൻ്റില്ല ആ ഒരു ടൈം എന്നൊക്കെ പറയുമ്പോൾ ഒരു 16, 17, 18. അപ്പോൾ ഒരു സമയമാണെന്ന് വിചാരിക്കുക. നമ്മൾ ഉള്ളിൽ ചിന്തിക്കുന്നത് എന്തോ അതാണ് പുറത്ത്. അപ്പോൾ ആ രീതിയിൽ തന്നെ മൈൻഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു സ്കിൻ കെയർ എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാവരും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോ ഓക്കെ ആണോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.